ഹായ് ഹലോ, എൻ്റെ പേര് അഭിഷേക്. അപ്പം വൈഷ്ണവത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്നൊരു വീട് ബിൽഡ് ചെയ്യാനായിട്ടാണ്. പക്ഷേ ഞാനത് ബിൽഡ് ചെയ്യുന്നതും അതിന് വേണ്ടിയുള്ള റിസോഴ്സസ് എല്ലാം കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ക്ലാരിറ്റി കുറവും സൗണ്ടിൻ്റെ കുറച്ച് ഇഷ്യൂ ഒക്കെ ആയിട്ട് അത് ഇടാൻ പറ്റാതായിപ്പോയി. പിന്നെ ഞാനത് വീണ്ടും എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കിയപ്പോൾ അത് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചുമ്മാ നിങ്ങൾക്ക് ആ വീടൊന്ന് കാണിച്ചു തരാനും നമ്മൾ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള പറഞ്ഞു തരാനും ഒക്കെ ആയിട്ടാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ കിടക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ച വീട്. ഞാൻ ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഇതിൻ്റെ സൈഡൊക്കെയാണ് ഇങ്ങനെ ഈ ലാൻഡേണും പൂക്കളെല്ലാം പറിക്കാൻ പോകുന്നത് എല്ലാം ഞാൻ റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചതാണ്. അല്ലേ, ഗ്ലാസ്സൊക്കെ വെച്ച് എല്ലാം ഞാൻ റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചതാണ്. പക്ഷേ എന്താ പറയുക, ഇപ്പം ഇടാൻ പറ്റില്ല. എൻ്റെ ഉൾഭാഗമൊക്കെ ചെയ്തിരിക്കും. നല്ല നമ്മൾ ഇതല്ലേ ഇവിടെ ഈ സംഭവം കൊണ്ട് വെച്ചു. ജനലിൻ്റെ ഒരു ഫീൽ കിട്ടാനായിട്ട്. മേളത്തെ ഫ്ലോർ ഇവിടെയാണ് ഞാൻ നമ്മുടെ ബെഡൊക്കെ ഇടാൻ ആലോചിക്കുന്നത്. എൻ്റെ മോനെ ഇവിടെ നല്ല വ്യൂ ഒക്കെയാണ്. ഇതുപോലെ തന്നെ അപ്പുറത്ത് സൂര്യനെ കാണാൻ പറ്റുമെന്ന്. അതാണ് സൂര്യൻ ചെറുതായി പോകുന്നുണ്ട്. അടിപൊളി സൺസെറ്റൊക്കെയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ബാക്കിയുള്ളത് കൂടെ കാണിക്കുക, അല്ലെങ്കിൽ നമ്മളെ പഞ്ഞിക്കിടും. അത് കണ്ടിരിക്കുന്നു. ഓക്കെ, എല്ലും കൊലാപ്പിസ്റ്റൊക്കെ അവിടെ നിൽപ്പുണ്ട്. കിടന്നുറങ്ങാം. അപ്പോൾ നമ്പ് വിടാതിരുന്ന ഷോട്ട് ഐ സ്ലീപ്പ്. എൻ്റെ അമ്മേ, എൻ്റെ അമ്മ പൊന്നി, ഞാൻ കയറി വരുന്നുണ്ടോ? എൻ്റെമേ എല്ലാം ഉണ്ടല്ലോ. അയ്യോ, എൻ്റെ കുണ്ടിക്കിട്ടാൻ വേണ്ടി ഇത്. എന്നതാണ് ഇവന്മാർക്ക് നല്ല ഉന്നമാണ്. ചത്ത് അമ്പകയായി. അപ്പോൾ നമുക്ക് നമ്മുടെ ബെഡ് പൊളിച്ചെടുത്തോണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവച്ചേക്കാം. ഞാൻ പറഞ്ഞല്ലേ, ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാം മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യും ഇതുപോലുള്ള വീഡിയോസ് ഇടാനായിട്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചാണ്, ഇടാൻ പറ്റിയില്ല. നമ്മുടെ ബെഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു. നമ്മളിനി എന്നെ കുറച്ച് നേരം ആയതേ ഉള്ളൂ. ഇപ്പോൾ 2 മിനിറ്റൊക്കെ ആയി കാണത്തേ ഉള്ളായിരിക്കും. നമുക്ക് ഇനി എന്നെ നമുക്കറിയാം ഇവിടെ പാത്ത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ചെറിയൊരു വഴി പോലെ നമുക്ക് ആദ്യം ഈ മണ്ടൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റിട്ട് അതിനെ പൊളിക്കാനായിട്ട് അയൺ ഷവലായതുകൊണ്ട് നമുക്ക് ഡയമണ്ടൊക്കെ ആക്കണം. നമ്മൾ കിട്ടുന്ന ഡയമണ്ടൊന്നും വെറുതെ കളയില്ല. അതൊക്കെ നമ്മൾ എടുത്ത് വെച്ചോണം. നമുക്ക് വില്ലേജറിനെ ഉണ്ടാക്കിയിട്ട് വില്ലേജർ ബ്രീഡറും ഒക്കെ ഉണ്ടാക്കി അയൺ ഫാമൊക്കെ ഉണ്ടാക്കി സെറ്റപ്പാക്കി എടുത്തിട്ട് നമുക്ക് വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അയൺ ടൂൾസും ഡയമണ്ട് ടൂൾസും ഡയമണ്ട് ആർമറും ഒക്കെ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോൾഡൻ ക്യാരറ്റൊക്കെ വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാം സെറ്റപ്പാക്കണം. അടുത്ത ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വില്ലേജർ ബ്രീഡറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനാണ്. അപ്പം മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പാത്തിൻ്റെ പരിപാടി നോക്കാം. അതിന് വേണ്ടി നമുക്ക് കുറച്ച് ബ്ലോക്കൊക്കെ വേണം. എന്നാലും ഞാനിവിടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വെച്ച എൻ്റെ കൊബിൾ സ്റ്റോണൊക്കെ സ്റ്റോൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ട് സ്ലാബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം സോർട്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ വെക്കണം. അല്ല, നമുക്ക് പാത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഇതെടുക്കാം. ഞാൻ എടുത്ത് അതിനകത്തോട്ട് വെച്ചു. എനിക്കിത് വേണം. അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, നമുക്കല്ലെങ്കിൽ സ്റ്റോൺ തന്നെ എടുക്കാം. കോബിൾ സ്റ്റോണൊക്കെ എടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം എടുത്ത് നമുക്ക് പോയി പാത്ത് ഇനി സെറ്റപ്പാക്കാം. അതിന് മുമ്പ് ഉണ്ടോ നമ്മുടെ ഡയമണ്ടൊക്കെ ഇരിക്കുന്നത് എല്ലാം. നമുക്ക് ഈ വുഡ് എടുക്കാം. നമുക്ക് ഫെൻസ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുണ്ട്. ഒരു ഫെൻസൊക്കെ വെച്ച് സെറ്റപ്പാക്കാം. പിന്നെ ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വീടിനകത്തോട്ട് എടുത്ത് വെക്കണം. അതൊക്കെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. എന്തൊരു മൊട്ടയിട്ട് എറിയാം. ഓക്കെ, അങ്ങ് പോലത്ത് പോയല്ലോ. വല്ല വിരിഞ്ഞോ? ഇല്ല, കൊഴിക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ പണിയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യണ്ടേ? നമുക്ക് സ്റ്റോണല്ല, നമ്മളെ
കൊണ്ട് നിരത്തി വെക്കാം. അതിങ്ങനെ സ്റ്റോൺ എടുത്ത് സ്റ്റോണ് മൊത്തം ഇങ്ങനെ നിരത്തി വെക്കണം. ഫുള്ള് നിരത്തിയിട്ട് നമുക്ക് ഇതിനകത്തൂടെ തന്നെ നമുക്ക് വേറെ ഇതിൻ്റെ കുറച്ച് വേരിയൻ്റൊക്കെ വെക്കാം. നമുക്കിന്ന് ഇനി ഇത് കുഴിച്ചെടുക്കാം. ഇവിടെ ഒരു വേറെ എന്തൊക്കെ ഇത് വെക്കാം. ഇതിങ്ങനെയൊക്കെ കണ്ട കുറച്ചൊരു വേരിയേഷൻ തോന്നും. അതിന് ഇവിടെയും കൂടെ പറഞ്ഞെടുക്കാം. അത്ര മതി. ഇതിങ്ങനെ ഇവിടെ വെച്ചേക്കാം. ഇനി നമുക്ക് കോബിൾ സ്റ്റോൺ വെക്കാം. ഇങ്ങനെ കോബിൾ സ്റ്റോൺ എടുക്കാം. കോബിൾ സ്റ്റോൺ അധികം വെക്കണ്ട, ഇവിടെ ഒരെണ്ണം അടിക്കട്ടെ. പിന്നെ ഒരെണ്ണം അറ്റത്തും കൂടെ വെച്ചേക്കാം. ഇവിടെ വെച്ചേക്കാം, ഇരിക്കട്ടെ. വേണമെങ്കിൽ ഒരെണ്ണം കൂടെ വെക്കാം. അടക്കും നടുക്ക് വെക്കാം. ഓക്കെ, അടങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പാത്ത് അത്രേ ഉള്ളൂ. സിമ്പിൾ പാത്ത് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയി എൻ്റെ ഫെൻസ് ഉണ്ടാക്കാം. എൻ്റെ വൈറ്റ് കളറുള്ള ഫെൻസ് തരണം. വൈറ്റ് അല്ല, ഒരു യെല്ലോയിഷ് കളർ. ഇതെല്ലാം കൂടെ എടുത്ത് അകത്ത് വെച്ച് നമുക്കിനി ഫെൻസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി കുറച്ച് പ്ലാങ്ക്, അത് ഒരു സ്റ്റിക്കുണ്ട്, പൈന സ്റ്റിക്കുണ്ട്. ഇത്ര എണ്ണം കൊണ്ട് എത്ര ഫെൻസ് ഉണ്ടാക്കാൻ പറ്റും? 15 ഉണ്ടാക്കാം. 15 ഫെൻസ്. ഇത് തന്നെ കൂടുതലാണ്. നമുക്കൊരു 4-5 ഫെൻസ് മതിയായിരിക്കും. അതിൻ്റെ ഒരു 5 ഫെൻസ് മതി. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ ചുമ്മാ ജസ്റ്റ് നിങ്ങളെ ഈ വീഡിയോ ഒക്കെ കാണിക്കാൻ വേണ്ടി ഇവിടെ ടോർച്ച് വെച്ചേക്കാം. ജസ്റ്റ് ചുമ്മാ വീടൊക്കെ എങ്ങനെ പണിതു എന്നുള്ളത് കാണിക്കാനായിട്ടാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മറ്റേ കോപ്പറിൻ്റെ ഫ്ലവർ വൈസൊക്കെ വെച്ച് നമുക്ക് പൂവൊക്കെ സെറ്റപ്പ് ചെയ്യാം. ഒരു കുളമുണ്ട്. ഈ കുളം ഇങ്ങനെ നിർത്തിയേക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കുളത്തിനകത്തോട്ട് പോയിട്ട് എൻ്റെ വെള്ളം കിട്ടും. ഒരു കുളമല്ല, വലിയൊരു റിവീൻ്റെ അടിയിൽ ഇതൊരുപാടുണ്ട്. ഇതൊരുപാട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. തിരിച്ചു കയറി പോയി അങ്ങനെ ശ്വാസം മുട്ടി ഡെഡാവും. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം ഇനിയും ഇതുപോലെയുള്ള മൈൻക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു ഓൾ, ലവ് യു, ടേക്ക് കെയർ, ബൈ ബൈ.